നമസ്കാരം. ഇന്ത്യൻ ആർമിയിലേക്ക് സ്പോർട്സ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. ഡയറക്റ്റ് എൻട്രി ഹവിൽദാർ ആൻഡ് നായബ് സുബേദാർ റാങ്കിലേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. അൺമാരീഡ് ആയിട്ടുള്ള ഇന്ത്യൻ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒരുപോലെ അപേക്ഷ അയക്കാൻ പറ്റുന്നതാണ്. ആദ്യമേ പറയാം, ഇതൊരു സ്പോർട്സ് നോട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഓൺലൈൻ വഴിയല്ല അപേക്ഷ അയക്കേണ്ടത്, തപാൽ വഴി ഓഫ്ലൈൻ മോഡാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു ഫോമാണ് നിങ്ങൾ അയക്കേണ്ടത്. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഓരോ സ്പോർട്സ് ഡിസിപ്ലിൻ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. അത്ലറ്റിക്സ് വന്നിട്ടുണ്ട്, ആർച്ചറി, ബാസ്ക്കറ്റ്ബോൾ, ബോക്സിംഗ്, ഡൈവിംഗ്, ഫുട്ബോൾ, ഫെൻസിംഗ്, ജിംനാസ്റ്റിക്, ഹോക്കി, ഹാൻഡ്ബോൾ, ജൂഡോ, കയാക്കിംഗ്, കനോയിങ്, കബഡി, സ്വിമ്മിംഗ്, സെയിലിംഗ്, ഷൂട്ടിംഗ്, ട്രയാത്ലോൺ, വോളിബോൾ, വുഷു, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റസ്ലിംഗ്, വിൻ്റർ ഗെയിംസ്. ഏകദേശം ഇത്രയും സ്പോർട്സ് ഇവൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഇവൻറ്റിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാം. ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് അലോ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണാം, ഔട്ട്സ്റ്റാൻഡിംഗ് സ്പോർട്സ് പേഴ്സൺ ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് അറ്റ് ഇൻ്റർനാഷണൽ ഓർ ജൂനിയർ ഓർ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, അതുമല്ലെങ്കിൽ കേലോ ഇന്ത്യ ഗെയിംസ്, യൂത്ത് ഗെയിംസ്, കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം. ഈ പറയുന്ന ഇവൻറ്റിൽ ഏപ്രിൽ 1, 2023 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് മാത്രമാണ് അലോ ചെയ്യുള്ളൂ. ആ കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്കിതിൻ്റെ ഏജ് ലിമിറ്റ് ചെക്ക് ചെയ്യാം. 17 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. 30 സെപ്റ്റംബർ 2000-നും 1 ഒക്ടോബർ 2007 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റുക. മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മാത്രം മതി. അതിൻ്റെ കൂടെ ഈ പറയുന്ന സ്പോർട്സ് ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ ഹവിൽദാറിലേക്കും നായബ് സുബേദാറിലേക്കും സെയിം ഏജ് ക്രൈറ്റീരിയയും ക്വാളിഫിക്കേഷൻ തന്നെയാണ് വരുന്നത്. അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് ഇവിടെ കാണാം. ഈ ഒരു അഡ്രസ്സ് ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ആ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, ജൂൺ 15 ജൂൺ 15 മുന്നേ നിങ്ങൾ ഈ പറയുന്ന അഡ്രസ്സിലേക്ക് അപേക്ഷ അയക്കണം. ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ, ഇതിലേക്ക് പരീക്ഷ വരുന്നില്ല. ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, മെഡിക്കൽ എക്സാം തുടങ്ങിയ ഇവൻറ്റുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹൈറ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ഹൈറ്റ് ബോയ്സിന് വേണ്ടത് ഇവിടെ കാണാം, സദേൺ പ്ലെയിൻസ് കേരള കാണാം, 166 സെൻറ്റിമീറ്ററാണ് മിനിമം ഹൈറ്റ് അവർ പറയുന്നത്. പിന്നെ ഏജിനും ഹൈറ്റിനും അനുസരിച്ച് വെയിറ്റും നിങ്ങൾക്ക് ഉണ്ടാവണം. ചെസ്റ്റ് മിനിമം പറയുന്നില്ല, പക്ഷേ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ കൂടുതലുണ്ടാവണം. പിന്നെ ഫിസിക്കൽ ടെസ്റ്റിൽ ബോയ്സിന് 5.45 മിനിറ്റ്, അതായത് 1600 മീറ്റർ 5.25 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓടിക്കയറുക. പിന്നെ 9 ഫീറ്റ് ഡിച്ച് ഉണ്ടാവും, 6 ആക്ക് ബാലൻസ് ഉണ്ടാവും. ആർമി റാലിയിലുള്ള അതേ സെലക്ഷൻ ക്രൈറ്റീരിയ തന്നെയാണ്. ഇനി ഗേൾസിന് 162 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പറയുന്നത്. ചെസ്റ്റ് മിനിമം 5 സെൻറ്റിമീറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഗേൾസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് 8 മിനിറ്റ് കൊണ്ടാണ് 1600 മീറ്റർ ഓടിക്കയറേണ്ടത്. 10 ഫീറ്റ് ലോങ് ജമ്പും 3 ഫീറ്റ് ഹൈ ജമ്പും നിങ്ങൾ ചാടിയിരിക്കണം. പിന്നെ ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾ റാലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് കാണാം. 20 ഫോട്ടോ നിങ്ങൾ കയ്യിൽ വയ്ക്കണം. ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ ആണ് വേണ്ടത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആയിരിക്കണം. 20 എണ്ണം വേണം. അറ്റസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ക്വാളിഫിക്കേഷൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ കയ്യിൽ വയ്ക്കുക. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വേണം. അത് തഹസിൽദാർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആരെങ്കിലും ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, റിലീജിയൻ സർട്ടിഫിക്കറ്റ്, സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, പിന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അത് മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ വില്ലേജ് എന്നൊക്കെ ഇഷ്യൂ ചെയ്യുന്നതാണ് വേണ്ടത്. അൺമാരീഡ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ റാലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം. അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ PDF ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയാലും മതി. ആപ്ലിക്കേഷൻ ഫോം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഒരു ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ അഡ്രസ്സിലേക്ക് അയക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 15 ജൂൺ 15. അതിന് മുന്നേ ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കണം. അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സ്പോർട്സ് ഇവൻറ്റിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപേക്ഷ അയക്കുക. അത്യാവശ്യം നല്ല സാലറി പാക്കേജോട് കൂടി നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു അവസരത്തിലൊന്നാണ്. സ്പോർട്സ് നോട്ടിഫിക്കേഷനാണ്. അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത നോട്ടിഫിക്കേഷൻ ആയിരിക്കും. നിങ്ങൾ സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ ഇതിലേക്ക് അപേക്ഷ അയയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക.